പാലക്കാട് വലിയ പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ തടയുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ പറഞ്ഞു. രാഹുൽ രാജിവെക്കും വരെ ബിജെപി പ്രതിഷേധം തുടരുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും പ്രതികരിച്ചു. വരട്ടെ, നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രതിഷേധം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസ്സാരപ്പെട്ട ആരോപണങ്ങളാണോ? എന്തെല്ലാം ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന വ്യക്തിത്വമാണോ രാഹുലിൻ്റെത്? എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഒരു MLA ആയി തുടരാൻ വേണ്ടി കഴിയുക? അയാൾ പാലക്കാട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്താണ് എന്നുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാഹുലിന് സമരം എന്താണ് എന്നുള്ളത് അറിയാൻ ഈ പാലക്കാട്ടേക്ക് വന്നാൽ ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ ചൂടും ചൂരും എന്താണെന്നുള്ളത് രാഹുൽ അറിയും. പാലക്കാട്ട് നിന്ന് സാജിദ അജ്മൽ ചേരുന്നുണ്ട്. സാജിദ, പാലക്കാട്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐയും ബിജെപിയും ഒക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും. നമ്മൾ കണ്ടതാണ്. രാഹുലിന്റെ കേസുമായി ഈ വെളിപ്പെടുത്തൽ ആരോപണങ്ങളും ഒക്കെയായി വന്നപ്പോൾ ഏതുതരം പ്രതിഷേധമാണ് അവിടെ ഉയർന്നത് എന്നത് കണ്ടതാണ്. പൊതുവെ അവിടെ ഒരു പറച്ചിലുണ്ട്, കോൺഗ്രസിന് പോലും വേണ്ടാത്ത വിഴുപ്പ് എന്തിന് മണ്ഡലത്തിലെ ജനങ്ങൾ ചുമക്കുന്നു എന്നൊരു സംസാരം കൂടി അവിടെയുണ്ട്. ആ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനല്ലേ സാധ്യത? എങ്കിലും വരാമെന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ രാഹുൽ? ധന്യ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങോട്ട് നേരത്തെ തന്നെ എത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ പാലക്കാട് എത്തിയ ഷാഫി പറമ്പിലിനോട് ഉൾപ്പെടെ അദ്ദേഹത്തെ വേഗത്തിൽ ഇങ്ങോട്ട് എത്തിക്കണമെന്നൊരു ആവശ്യം പറയുകയും ചെയ്തിരുന്നു. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന തടസ്സം നീങ്ങിക്കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വീടിനകത്ത് തന്നെ അടച്ചിരിപ്പായിരുന്നു. ആദ്യമായി അദ്ദേഹം ഈ പൊതുനിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെതിരെ SFIയുടെ പ്രതിഷേധമെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുൻപിലുണ്ടായിരുന്ന തടസ്സം, പുറത്തേക്ക് ഇറങ്ങുക എന്ന തടസ്സം മാറിക്കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇനി പാലക്കാട് വരാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാം തന്നെ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തിന് പ്രതിരോധം ഒരുക്കും എന്ന് നേരത്തെ ഈ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൻസൂർ മൽനാഞ്ചേരിയെ പോലുള്ള ആളുകൾ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, അതോടൊപ്പം തന്നെ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ 3-4 ആളുകൾ പാലക്കാടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുണ്ട്. ഇവരിൽ മഹാഭൂരിപക്ഷവും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. അവരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പലരും ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ DCC പ്രസിഡന്റ് ഇന്ന് ഈ KPCCയുടെ യോഗമുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്താണ്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി എന്താണോ തീരുമാനിച്ചത് അതാണ് പാർട്ടി നടപ്പിലാക്കുക, DCC നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരുടേതായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണെങ്കിൽ അത് ഈ DYFIയും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക്, സംഘർഷത്തിലേക്ക് പോകാം. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നത് കൂടിയാണ്. ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് എത്താമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ രാഹുൽ പാലക്കാട് ഈ ശനിയാഴ്ചയ്ക്ക് ശേഷം? ശനിയാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം എത്തുക. ഞായറാഴ്ച രാത്രിയോടുകൂടി തിരിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയ്ക്കുള്ള പൊതുപരിപാടികളൊന്നും തന്നെയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് MLA ഓഫീസിലേക്കാണ്. MLA ഓഫീസ് എന്നത് ഒരു ഔദ്യോഗിക സ്ഥാനമുള്ള ഒരു ഓഫീസ് കൂടിയാണ്. ഇന്ന് DYFIയുടെ ജില്ലാ പ്രസിഡന്റിനോട് നമ്മൾ ഈ കാര്യം ചോദിച്ചപ്പോൾ അത് ആലോചിച്ച് വരികയാണ്. അതായത് ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ MLA ഓഫീസിലേക്കായിരുന്നു DYFIയുടെയും SFIയുടെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും യുവമോർച്ചയുടെയും ABUPയുടെയും BJPയുടെ എല്ലാം മാർച്ച് നടന്നത്. അതായത് MLA ഓഫീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഔദ്യോഗിക അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെയാണ്. അങ്ങോട്ട് കയറാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് അനുവദിച്ചില്ലെങ്കിൽ അതിന് യൂത്ത് കോൺഗ്രസും KSUവും നേരിടും. അത് എത്രത്തോളം അദ്ദേഹത്തെ ഈ ഓഫീസിലേക്ക് കയറ്റാതിരിക്കാൻ DYFIക്കും അതോടൊപ്പം തന്നെ BJPക്കും എല്ലാം കഴിയുമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ MLA ഓഫീസിൽ കയറുന്നതിന് തങ്ങൾക്ക് തടസ്സമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ MLA ഓഫീസിൽ മാത്രം ഇരിക്കില്ലെന്ന് ഉറപ്പാണ്. അദ്ദേഹം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു
സ്വകാര്യ പരിപാടികൾ ആ സമയത്ത് അതിനായി വെക്കാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഹോട്ടലിലേക്ക് പോകും. അദ്ദേഹത്തോടൊപ്പം കുറച്ച് ആളുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. അങ്ങനെ ഏത് രീതിയിൽ ആയിരിക്കും അദ്ദേഹം പാലക്കാട് വന്നത് അറിയിക്കും എന്നുള്ളതിൽ, പൊതുജനങ്ങളെ അറിയിക്കും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അത് അദ്ദേഹത്തെ ഏത് രീതിയിൽ തടയാനാണ് BJP ഉദ്ദേശിക്കുന്നത്, DYFI ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. DYFI പറയുന്നത് ദേഹോപദ്രവം നടത്തില്ല, പക്ഷേ രാഹുൽ ഇതുവരെ കാണാത്തൊരു സമരമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. BJPയും ശക്തമായി തന്നെ രാഹുലിനെ നേരിടും, ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നഗരത്തിലൂടെ നടക്കും, നഗരത്തിൽ നിന്ന് ചായ കുടിക്കും, MLA ഓഫീസിൽ ഇരിക്കും. ഔദ്യോഗിക MLA എന്ന നിലയ്ക്കുള്ള ഔദ്യോഗിക പരിപാടികൾ ഇല്ലെങ്കിൽ കൂടി സ്വകാര്യ പരിപാടികൾ വെക്കാനുള്ളൊരു ആലോചനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധന്യ. ശരി.